പത്തനംതിട്ട ആറന്മുള എഞ്ചിനീയർ കോളേജിലെ മെഗാ ജോബ് ഫെയറിലാണ് നമ്മളുള്ളത്. ഇന്ന് സംസ്ഥാനത്താകെ കുടുംബശ്രീയും വിജ്ഞാന കേരളവും സംയുക്തമായി ഇത്തരത്തിൽ തൊഴിൽ മേളകൾ സംഘടിപ്പിക്കുകയാണ്. സംസ്ഥാനത്ത് ലക്ഷക്കണക്കിന് യുവതി യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുന്ന പദ്ധതിയായി മാറിയിരിക്കുകയാണ്. പക്ഷേ ഈ പദ്ധതിയെപ്പറ്റി പറയുമ്പോൾ ഇതിൻ്റെ തുടക്കം പത്തനംതിട്ട തിരുവല്ലയിൽ VS ചന്ദ്രശേഖരപിള്ള പഠന ഗവേഷണ കേന്ദ്രവും AKG പഠന ഗവേഷണ കേന്ദ്രവും സംയുക്തമായി നടത്തിയ മൈഗ്രേഷൻ കോൺക്ലേവ് എന്നാണ്. അതിൽ VS ചന്ദ്രശേഖരപിള്ള പഠന ഗവേഷണ കേന്ദ്രം പ്രസിഡന്റ് A പത്മകുമാർ ചേരുകയാണ്. അപ്പോൾ ഇന്ന് സംസ്ഥാന വ്യാപകമായി ഒരു വിജ്ഞാന കേരളം പദ്ധതിയൊക്കെ തൊഴിൽദാനമേള നടക്കുകയാണ്. പക്ഷെ നമ്മുടെ തുടക്കം ഞാൻ സൂചിപ്പിച്ചു നമ്മുടെ തിരുവല്ലയിലെ മൈഗ്രേഷൻ കോൺക്ലേവാണ്. അഭിമാനമുണ്ടോ ഈ നിമിഷം? തീർച്ചയായിട്ടും അങ്ങേയറ്റം അഭിമാനത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ പരിപാടിയെ കാണുന്നത്. കാരണം നമ്മൾ സാധാരണ നിലയ്ക്ക് പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ VS ചന്ദ്രശേഖരപിള്ള പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെയും AKG പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെയും നേതൃത്വ സംയുക്താഭിമുഖ്യത്തിൽ ഒരു പരിപാടി നടത്തണം എന്നാലോചിച്ചു. ഞങ്ങൾ സാധാരണ ഒരു സെമിനാർ നടത്തി അവസാനിപ്പിക്കാനാണ് ആലോചിച്ചത്. അപ്പോൾ പത്തനംതിട്ട ജില്ല പ്രവാസികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല എന്നുള്ള നിലയ്ക്ക് പ്രവാസികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യണം, മൈഗ്രേഷൻ കോൺക്ലേവ് എന്നുള്ള പേരിലാവട്ടെ എന്ന് തീരുമാനിച്ചു. പ്രിയപ്പെട്ട മുൻ ധനകാര്യമന്ത്രിയായിട്ടുള്ള തോമസ് ഐസക്കാണ് ഈ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കാനായി ഞങ്ങളെ സഹായിച്ചതും ഇവിടെ എത്തിച്ചേർന്നതും. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന മൈഗ്രേഷൻ കോൺക്ലേവ് 3 ദിവസം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ അവസാനം തീരുമാനിച്ചു. അവസാനം 4 ദിവസമായി ഇത് നീളുന്ന അവസ്ഥയുണ്ടായി. 4ാമത്തെ ദിവസം ഇത് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്താണ് ഈ വിജ്ഞാന പത്തനംതിട്ട എന്നുള്ളൊരു പദ്ധതിയെ സംബന്ധിച്ചുള്ള ആലോചന നടക്കുന്നതും അതവിടെ പ്രഖ്യാപിക്കപ്പെടുന്നതും. കാരണം പത്തനംതിട്ട ജില്ലയിൽ പ്രവാസി സമൂഹത്തെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ കൂടുതൽ ആളുകൾക്ക് ജോലി കൊടുക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് ഞങ്ങൾ ആലോചിച്ചത്. അത് ഇപ്പോൾ വികസിച്ച് കേരളത്തിൻ്റെ ആകെ ഒരു പൊതു സ്വത്തായി മാറുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. ആരംഭിച്ചത് ഞങ്ങളിൽ നിന്നാണെന്നുള്ളതിലുള്ള അഭിമാനമുണ്ട്. ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി കിട്ടുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട്. നമ്മുടെ കേരളം വിജ്ഞാനാധിഷ്ഠിത സമൂഹത്തെ കെട്ടിപ്പടുക്കാനും ആ വിജ്ഞാനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള തൊഴിൽ പദ്ധതികൾ ആവിഷ്കരിക്കാനും ജനകീയ പങ്കാളിത്തത്തോടുകൂടി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് ശ്രമം നടത്തുകയാണ് എന്നുള്ളതിലും അഭിമാനിക്കുകയാണ്. അന്ന് ആ വാർത്താ സമ്മേളനം എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. തോമസ് ഐസക് നടത്തുക അങ്ങ് ഉൾപ്പെടെയുള്ളവർ പത്തനംതിട്ട പ്രസ് ക്ലബ്ബിലുണ്ടായിരുന്നു, തിരുവല്ലയിലും ഉണ്ടായിരുന്നു ഈ പദ്ധതിയൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട്. അന്ന് ചില ആളുകളൊക്കെ പറഞ്ഞത് ഇത് ഇലക്ഷൻ വരാൻ പോവുകയാണ്, ലോക്സഭ ഇലക്ഷൻ, അത് മുന്നിൽ കണ്ടൊരു പദ്ധതിയാണെന്ന്. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, തോമസ് ഐസക് പരാജയപ്പെട്ടു. പക്ഷേ പദ്ധതി ഇപ്പം കേരളം മുഴുവൻ മുമ്പോട്ട് പോവുകയാണ് അല്ലേ? അതിനൊക്കെയുള്ളൊരു മറുപടി ആയിരിക്കാം ഈ തൊഴിൽമേളയൊക്കെ തന്നെ അല്ലേ? ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മാത്രം സ്വപ്നം കണ്ട് നടക്കുന്നവരും അധികാരം മാത്രം സ്വപ്നം കണ്ട് നടക്കുന്നവരും സ്വാഭാവികമായി അങ്ങനെ ചിന്തിക്കുന്നതിന് നമ്മൾ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ജനകീയാസൂത്രണ പദ്ധതി നടപ്പിലാക്കിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? സാക്ഷരതാ പ്രവർത്തനം, തൻ്റെ സഹജീവികളെ അക്ഷരം പഠിപ്പിക്കാൻ വേണ്ടി നടത്തിയ പരിശ്രമം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? പാവപ്പെട്ടവർക്കും പിന്നോക്ക ജാതിക്കാർക്കും അതുപോലെ തന്നെ പട്ടികജാതി വിഭാഗക്കാർക്കും ക്ഷേത്രങ്ങളിൽ കയറാൻ കഴിയാതിരുന്ന കാലത്ത് ക്ഷേത്രങ്ങളിൽ കയറാനുള്ള അവകാശത്തിന് വേണ്ടി പോരടിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ നിരവധിയായിട്ടുള്ള കേരളത്തിലെ ദേശീയ പ്രസ്ഥാനം, അതിലൂടെ വളർന്നു വന്ന അതിന് ശേഷമുള്ള നവോത്ഥാന പ്രസ്ഥാനം, ആ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെയും ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും ഭാഗമായി ഐക്യകേരള സംസ്ഥാനത്തിൻ്റെ രൂപീകരണം, ഐക്യകേരള സംസ്ഥാനം രൂപം കൊണ്ട ശേഷം നടന്നിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനം, അതിൻ്റെ ആകെത്തുകയാണ് ഇന്നിപ്പോൾ ഈ നിലയിലേക്ക് എത്തി നിൽക്കുന്നത് എന്നുള്ളത് അഭിമാനത്തോടു കൂടി പറയാൻ വേണ്ടി കഴിയും. നന്ദി. എന്തായാലും വളരെ അഭിമാനത്തോടെയാണ് അദ്ദേഹം മാത്രമല്ല നമ്മളും നിൽക്കുന്നത്. കാരണം കൈരളിയും ഇതിൻ്റെ എല്ലാ തുടക്കം മുതൽ വാർത്തകൾ നൽകി വന്നതാണ്. ക്യാമറമാൻ അഖിലേഷ് കുടുംബോടൊപ്പം സുജിറ്റി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.